യെസ്, അപ്പോൾ നമ്മൾ ന്യൂസ് 3യിലേക്ക് കടക്കുകയാണ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിച്ചു. ഇനി നമ്മുടെ അതിഥി വിശേഷത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ലണ്ടനും കാനഡയും ഒക്കെ മലയാളികളുടെ പറുദീസയാണല്ലേ. കുന്നോളം സ്വപ്നങ്ങളുമായി സമ്പാദിക്കണമെന്ന ഒരൊറ്റ ആഗ്രഹത്തിൽ വിദേശത്തേക്ക് ചേക്കേറുന്ന മലയാളികൾ എന്ത് ജോലി ചെയ്തും പിടിച്ചു നിൽക്കാൻ തയ്യാറുമാണ്. എന്നാൽ അന്യനാട്ടിലും സ്വന്തം സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോയി സ്വന്തമായ ഒരു സ്ഥാപനം തന്നെ തുടങ്ങി പുതുമാതൃക തീർക്കുകയാണ് അലീന നിധിൻ. UK-യിൽ നല്ല ശമ്പളം ലഭിക്കുന്ന നഴ്സിംഗ് ജോലി ഉപേക്ഷിച്ച് അലീന സ്വന്തം റിസ്കിൽ തുടങ്ങിയത് ഒരു പബ്ബും ഒരു പിസ്സ ഔട്ട്ലെറ്റുമാണ്. എന്തുകൊണ്ട്? നമുക്ക് അലീനയോട് തന്നെ ചോദിക്കാം. സ്വാഗതം അലീന ന്യൂസ് 3യിലേക്ക്. ഹലോ. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഒരു ഇന്ത്യൻ വനിതയ്ക്ക് വിദേശത്ത് പോയി ഒരു ബിസിനസ് തുടങ്ങുന്നത് ഇത്ര സിമ്പിൾ ആണോ? സിമ്പിൾ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒരുപാട് ചലഞ്ചസ് നമ്മൾ ഗോത്രൂ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി നമ്മളൊരു ഇമിഗ്രന്റ് ആയിട്ട് ഇവിടെ വന്ന് ഇത്രയും കാലം കൊണ്ട് ഇത് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും സിമ്പിൾ അല്ല. പല പല ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോയിട്ടാണ് ഇതിനകത്തേക്ക് ഞാൻ എത്തിയത്. അതെ, ഈ ഒരു തുടക്കം, അതായത് നഴ്സിംഗ് ജോലിയായിട്ടാണ് അവിടെ എത്തുന്നത്. നമുക്കറിയാം, നഴ്സിംഗ് ജോബിനൊക്കെ വിദേശത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല സാലറി കിട്ടുന്ന, കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് അവിടെ ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ആ ഒരു കംഫർട്ട് ലെവലിൽ നിന്നൊക്കെ മാറി ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ റിസ്ക് ഉള്ള ഒരു ബിസിനസ്സിലേക്ക് വന്നത് എന്തിനാണ്? പിന്നെ നഴ്സിംഗ് അന്നത്തെ കാലത്ത് എൻ്റെ ഒരു ഫാമിലിയുടെ സിറ്റുവേഷൻ വെച്ച് നഴ്സിംഗ് പഠിക്കാണ്ട് അല്ലാതൊരു ഓപ്ഷൻ എനിക്ക് ജീവിതത്തിൽ ഇല്ലായിരുന്നു. ബിക്കോസ് എൻ്റെ പപ്പ എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഒരു സിംഗിൾ മോമായിട്ടാണ് ഞങ്ങൾ 3 പേരാണ്. ഞങ്ങൾ 3 പേര് ഞങ്ങളുടെ അമ്മ വളർത്തിയത്. അപ്പം അന്ന് നഴ്സിംഗ് പഠിക്കാന്നല്ലാതെ ഒരു ഓപ്ഷൻ എനിക്ക് ജീവിതത്തിൽ ഇല്ല. അപ്പം അമ്മയുടെയും ഒരു കൺസേൺ എന്ന് പറയുന്നത് നഴ്സിംഗ് പഠിച്ചാൽ മകൾക്ക് ജോലി കിട്ടും, നല്ല ജോലി കിട്ടും, നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. അന്നൊരു ബിസിനസിനെ കുറിച്ചൊരു തോട്ട് എൻ്റെ ഫാമിലിയിലെ ആർക്കും ഇല്ല. പക്ഷേ ഹോസ്പിറ്റാലിറ്റി ബിസിനസ് എനിക്ക് പണ്ട് തൊട്ടേ വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഫാമിലിയുടെ സാഹചര്യം കൊണ്ട് എനിക്ക് തുടങ്ങാൻ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അങ്ങനെ UK വന്നിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. സോ അന്ന് തൊട്ട് വി സ്റ്റാർട്ടഡ് ടു എക്സ്പ്ലോർ. ഞാൻ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡ് നിതിനും ഇതിന്റെ ഒരു വലിയ പാർട്ടാണ്. നിതിന്റെ ഒരു വലിയ സപ്പോർട്ടോടെയാണ് ഞങ്ങൾ തുടങ്ങിയത്. ഡേ 1 തൊട്ട് എൻ്റെ ഒരു തോട്ട് ഞാൻ നിതിനോട് ഷെയർ ചെയ്തു. ഐ വോണ്ട് ടു സ്റ്റാർട്ട് സംതിങ് ലൈക്ക് ദിസ്. ഒരു റെസ്റ്റോറന്റ്, ഒരു പബ്, കാസ്ട്രോ പബ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ദ ഡേ 1 itself I used to explain to him. സോ അന്ന് തൊട്ട് വി യൂസ്ഡ് ടു സ്റ്റാർട്ട് സ്റ്റഡി. എല്ലാം ഓരോ കാര്യങ്ങൾ പഠിച്ച് 1 by 1 അങ്ങനെ ചെയ്താണ് ഞങ്ങൾ ഇതിനകത്തേക്ക് എത്തിയത്. അപ്പോൾ എന്തായാലും ഒരു ബിസിനസ്സുകാരി ആവാൻ തീരുമാനിച്ചു. സ്വന്തം സ്വപ്നങ്ങൾക്ക് പിന്നാലെ എന്ത് റിസ്ക് എടുത്ത് പോകാനും തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് പബ്ബിലേക്ക് എത്തിയത്? ഒരു പബ്ബ്, പിസ്സ ഔട്ട്ലെറ്റ്, അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് എന്തുകൊണ്ടാണ് എത്തിയത് അലീന? ഞങ്ങൾ ഇത് തുടങ്ങിയതിന്റെ മെയിൻ കാരണം, ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഒരു 30 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ചെറിയ റെസ്റ്റോറന്റ് ആണ് ആദ്യം ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ തുടങ്ങിയതാണെങ്കിലും ഈ ഒരു പിസ്സ അങ്ങനെയുള്ള ഒരു ഇതിനകത്തേക്ക് വന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് തുടങ്ങിയില്ല എന്ന് എല്ലാ ആൾക്കാരും ചോദിക്കാറുണ്ട്. പക്ഷെ അന്നും എന്റെയും നിതിന്റെയും മൈൻഡിലുള്ളത് ഞങ്ങൾക്കൊരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം സ്റ്റക്ക് ചെയ്തുള്ള ഒരു ബിസിനസ് വേണ്ട. ഞങ്ങൾ ഒരു വൈഡ് വിഷനോടെയാണ് ഇത് നോക്കിയത്. അപ്പം ഒരു UK മാത്രമല്ല, ഒരു എൻ്റെ യൂറോപ്യൻ മാർക്കറ്റിനെ ആക്സസ് ചെയ്യുന്ന പോലെ ഒരു ബിസിനസ് പ്ലാൻ അല്ലെങ്കിൽ ഒരു ഫുഡ് ഐഡിയ വേണം. ഡെഫിനറ്റ്ലി അതൊരു ഫുഡ് ഐഡിയ ആയിരിക്കണം, ഒരു ഹോസ്പിറ്റാലിറ്റി ബിസിനസ് ആയിരിക്കണം. ബട്ട് എങ്കിലും യൂറോപ്യൻ കംപ്ലീറ്റ് മാർക്കറ്റിനെ ക്രാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഞങ്ങളൊരു മാർക്കറ്റ് സ്റ്റഡി ഏകദേശം ഒരു 1.5 വർഷത്തോളം എടുത്ത് ഇങ്ങനെ മാർക്കറ്റ് സ്റ്റഡി ഒക്കെ നടത്തിയപ്പോഴാണ് വൈ വുഡ് ഐ സ്റ്റാർട്ട് ഒരു പിസ്സ ബിസിനസ് അല്ലെങ്കിൽ ഒരു ഇറ്റാലിയൻ ഇതിനകത്തേക്ക് സ്റ്റാർട്ട് ചെയ്തൂടെ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഞങ്ങൾക്ക് വന്നത്. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ ബാർ ആൻഡ് റെസ്റ്റോറന്റ് പിസ്സ, സിയ പിസ്സ എന്നൊരു കോൺസെപ്റ്റിലേക്ക് ഞങ്ങൾ കംപ്ലീറ്റ്ലി എത്തിച്ചേർന്നത്. ഇപ്പോൾ അലീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് മലയാളികളും ഇന്ത്യൻസും ഒക്കെ ഉണ്ട് UK-യിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അവർക്കെല്ലാം ഇന്ത്യൻ ഫുഡ് കഴിക്കണം, മലയാളികൾക്കാണെങ്കിൽ മലയാളി ഫുഡ് കഴിക്കാനൊക്കെയുള്ള ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും. നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവരാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് പേര് വന്ന് ചോദിച്ചിട്ടുണ്ടാവും, അയ്യോ എന്തുകൊണ്ടാണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തുടങ്ങാഞ്ഞത്, ഒരു മലയാളി റെസ്റ്റോറൻറ്റ് തുടങ്ങാഞ്ഞത് എന്നൊക്കെ. അവിടെ നിന്നൊക്കെ ഈ ഇറ്റാലിയൻ കോൺസെപ്റ്റ് അത് തന്നെ പർട്ടിക്കുലറായിട്ട് ചൂസ് ചെയ്യാനുണ്ടായ ഒരു കാരണം എന്താണ്? ഞാനാണെങ്കിലും ഈ സമയം തൊട്ട് ഏത് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു സ്റ്റഡിയിൽ ഞങ്ങൾ നടത്തിയത്. അപ്പൊ അങ്ങനെ ഞാനൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയപ്പം ടോട്ടൽ ബ്രിട്ടനിൽ തന്നെ 58% ഓഫ് ആൾക്കാർ ഓർഡർ ചെയ്യുന്നത് ഇറ്റാലിയൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. അപ്പൊ അതിൽ തന്നെ പിzzയ്ക്ക് തന്നെ വലിയൊരു മാർജിൻ ഞങ്ങൾ കണ്ടു. അപ്പം ഞങ്ങൾ ഓൺലി പിസ്സ മാത്രമല്ല ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ്സുകളിൽ ചെയ്യുന്നത്, കാസ്ട്രോ പബ്ബുകളിൽ ഞങ്ങൾ പിസ്സ മാത്രമല്ല പല ഇറ്റാലിയൻ വെറൈറ്റീസും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനൊരു നല്ല പ്രോഫിറ്റ് മാർജിൻ, ഇതിലൊരു നല്ല ബിസിനസ് കണ്ടു. അപ്പൊ അങ്ങനെ നമ്മളൊരു ഇറ്റാലിയൻ കൺസൾട്ടന്റിനെ കൊണ്ട് ഒരു എക്സിസ്റ്റിംഗ് ബ്രാൻഡ് ടേക്ക് ഓവർ ചെയ്ത് അവിടുന്ന് കംപ്ലീറ്റ്ലി റീബ്രാൻഡ് ചെയ്താണ് ഞങ്ങൾ സിയ പിസ്സ എന്നൊരു കോൺസെപ്റ്റ് ഇറക്കിയത്.
ഇപ്പോൾ ഒരു ലീഡിംഗ് ബിസിനസ് വുമൺ എന്നുള്ള നിലയിൽ ഇപ്പോൾ ബിസിനസ്സിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ഉപദേശം എന്നുള്ള നിലയിൽ കൊടുക്കാൻ പറ്റുന്നത്, ഒരു റെസ്റ്റോറൻ്റ് ആണ് ഏറ്റവും പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടുന്നത്, അതായിരിക്കും ഒരു ബെസ്റ്റ് ഐഡിയ എന്ന് മുന്നോട്ട് വയ്ക്കാൻ പറ്റുമോ അലീനയ്ക്ക്? പറയില്ല, അത് ഡിഫറെന്റ് ഒരാൾക്കാരുടെ മെന്റാലിറ്റി അനുസരിച്ച് അവർ ഏത് ബിസിനസ്സിലാണോ അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്നത് അതിലേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ റെസ്റ്റോറന്റിൽ മാത്രമേ നമുക്ക് മണി മേക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ഒരിക്കലും പറയില്ല. ഡിഫറെന്റ് പീപ്പിൾസ് ഹാവ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്, അവർക്ക് ഓരോരോ ഐഡിയാസ് ഉണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ബിസിനസ്സിലും നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതൊരു സ്ട്രക്ചറിലും നല്ല രീതിയിലും ആയിരിക്കണം എന്നുള്ളത് മാത്രം. ഇപ്പൊ അലീന, ഇവിടുത്തെ ഏറ്റവും വലിയൊരു റിസ്ക് എലമെന്റ് അലീനയെ സംബന്ധിച്ച് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സ്വന്തം നാട്ടിലല്ല എന്നുള്ളതാണ്. അവിടെ ഒരു വിദേശിയായിട്ട് അവിടെ ചെന്ന് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു സംരംഭം തുടങ്ങുക എന്ന് പറയുന്നത് അത്രത്തോളം പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറേ പ്രോസസ്സുകൾ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അത് ഒരുപാട് നാളത്തെ ഒരു പ്രയത്നം തന്നെയാണ്. ഇതിൻ്റെ ലൈസൻസ്, സർട്ടിഫിക്കേഷൻസ് എല്ലാം ചെയ്തെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. ഇതൊക്കെ എങ്ങനെ നേടിയെടുക്കാൻ സാധിച്ചു? അത് അത്രത്തോളം ടഫാണോ അവിടെ പ്രോസസ് ഒക്കെ? അതെ, പ്രോസസ് എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. എങ്കിലും ഈ കൺട്രി കുറച്ചുകൂടി ബിസിനസ് ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ പറയും. കാരണം നമുക്ക് എല്ലാം ഇത് ആൽക്കഹോൾ ലൈസൻസ് ആണെങ്കിലും ഈച്ച് കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഓൺലൈനിൽ ഇരുന്ന് നമ്മൾ കുറച്ച് എഫോർട്ട് ഇട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പം നിതിനാണെങ്കിലും ഞങ്ങളാണെങ്കിൽ പോലും പേഴ്സണൽ ലൈസൻസ് ആൽക്കഹോൾ ലൈസൻസ് ഹോൾഡേഴ്സ് ആണ്. അപ്പം ഓരോരോ സർട്ടിഫിക്കേഷനും പർട്ടിക്കുലർലി നമ്മൾ നോക്കി ഇരുന്ന് നമ്മൾ തന്നെ ചെയ്തു തീർത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പർട്ടിക്കുലർ ആൾക്കാർ പോലും അപ്രോച്ച് ചെയ്യാണ്ട് ഞങ്ങൾ തന്നെ ഏകദേശം ഒരു 6 to 7 months ഇരുന്ന് ചെയ്ത് തീർത്ത കാര്യങ്ങളാണ് ഇപ്പൊ. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് ഈസിയാണ്, ഞങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ വേറൊരാൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിലും വേറെ ചെയ്തു കൊടുക്കണമെങ്കിലും ഒക്കെ വളരെ ഈസിയാണ്. പക്ഷെ ആദ്യത്തെ ഒരു ഗോ ത്രൂ ചെയ്തൊരു ജേർണി എന്ന് പറയുന്നത് ദാറ്റ് വാസ് എൻറ്റയർലി ഡിഫിക്കൽട്ട്. അയാൾ പറഞ്ഞതുപോലെ നമ്മളൊരു ഇമിഗ്രന്റ് ആയിട്ട് ഇവിടെ വന്നതാണ്. ഒരു ഇമിഗ്രന്റ് ആയിട്ട് വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ബിക്കോസ് നമുക്കൊരു ലാംഗ്വേജ് ബാരിയർ ഉണ്ട്, നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള ആളല്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ ബാരിയേഴ്സും നമ്മൾ ഫേസ് ചെയ്ത് ബട്ട് സ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ. അപ്പോൾ ഒരു ജോലിക്കിടയിൽ നിന്ന് അവിടെ നിന്ന് മാറിയാണ് ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. നേരത്തെ ഞാനൊരു അലീനയുടെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ കണ്ടു, 1 വർഷത്തെ പഠനം മാത്രം ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ജോലി കംപ്ലീറ്റ്ലി റിസൈൻ ചെയ്തിട്ടാണോ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയിലേക്ക് പോലും കടന്നത്, അതോ പാരലായിട്ട് കൊണ്ടുപോയി പിന്നീട് ജോലി റിസൈൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു? ആറിലായി കൊണ്ടുപോയി. ഇവിടെ ഇപ്പൊ അറിയാലോ, ഇവിടെ ഇപ്പൊ നമുക്ക് 3 അല്ലെങ്കിൽ 4 days ആണ് നമുക്ക് ലോങ് ഷിഫ്റ്റ് വരിക. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 2-3 days നമുക്ക് ഫ്രീ ഉണ്ടാവും. അപ്പൊ ആ ഫ്രീ കിട്ടുന്ന ടൈമുകളിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുക. അങ്ങനെ ഇത് കംപ്ലീറ്റ്ലി ലൈവിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ജോബ് റിസൈൻ ചെയ്തത്. നമുക്ക് ഇവിടെ സസ്റ്റൈൻ ചെയ്ത് പോകണമല്ലോ. അതെ അതെ അതെ. അപ്പോൾ ഈ UK വന്നിട്ട് എത്ര കാലമായി അലീന? ഞാൻ 3.5 വർഷമായി ടോട്ടൽ പറഞ്ഞിട്ട്. 3.5 വർഷത്തിലാണ് ഈ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സംരംഭത്തിലേക്ക് എത്തിയതല്ലേ? അതെ. അപ്പം ഇപ്പോൾ 3 ഔട്ട്ലെറ്റുകൾ ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങനെയാണോ? 2 ബാർ ആൻഡ് റെസ്റ്റോറന്റും ഒരു ഗ്യാസ്ട്രോ പബ്ബും ആണ് ഉള്ളത് സിയയുടെ തന്നെ. ഓക്കെ. അപ്പൊ ബിസിനസ് തുടങ്ങിയിട്ട് എത്ര കാലമായി? എങ്ങനെയാണ് ഈ 3 ഔട്ട്ലെറ്റിലേക്ക് ഇത്രയും പെട്ടെന്ന് എത്താൻ സാധിച്ചത്? അതൊരു ചെറിയ മൈൽ സ്റ്റോൺ അല്ലല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എന്റെ ബിസിനസ്സിന് ആദ്യം ഞാൻ കൊണ്ടുവന്ന ഒരു സ്ട്രക്ചറാണ്. സ്ട്രക്ചർ ഉണ്ടെങ്കിലാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പം ഞാൻ ആദ്യത്തെ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ആ സ്ട്രക്ചർ ഇംപ്ലിമെന്റ് ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു 1 year ഓഫ് ടൈം പീരീഡിലാണ് ഞങ്ങൾ ഇത്രയിലേക്ക് 3ാമത്തെ ഔട്ട്ലെറ്റിലേക്ക് ഞങ്ങൾ എത്തിയത്. അലീന, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർക്ക് ആഗ്രഹം കാണും, അത് എങ്ങനെയാണ് തുടങ്ങിയത്, ആ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു, അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് മേഖലയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും, പ്രത്യേകിച്ച് ഒരുപാട് സ്ത്രീകളുണ്ടാവും. അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല ഇത് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നതിനെക്കുറിച്ച്. അലീനയുടെ ഒരു ജേർണി ഒന്ന് വിശദീകരിച്ച് അവർക്ക് വേണ്ടി ഒന്ന് പറയാമോ, ആ ഒരു ബിസിനസ്സിലേക്ക് എത്തിയ ഒരു ജേർണി? എന്റെ ജേണി എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയാ, ഞാനൊരു 7 months പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് എന്റെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഇപ്പം എന്റെ മോൾ ഒരു 6 മാസം പ്രായമുണ്ട്. അപ്പം ഇതിന്റെ ഇടയിലാണെങ്കിൽ പോലും നമുക്ക് റിയലി ബിക്കോസ് എനിക്ക് ആ ഒരു ബിസിനസ്സിലേക്ക് വരണം എന്നുള്ളത് എനിക്ക് അത്രയ്ക്കൊരു ആഗ്രഹമായിരുന്നു. അപ്പം ഇതൊന്നും ഒരു ബാരിയറായി കാണാണ്ട് ആ സമയത്തിരുന്ന് ഈച്ച് തിങ്സ് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹം തോന്നുന്ന അന്ന് തൊട്ട് നമ്മൾ ഇതിന് വർക്ക് ചെയ്ത് തുടങ്ങണം. അപ്പൊ നമ്മളിത് തപ്പി പോകുമ്പോൾ പല ആൾക്കാരുടെ നിന്നും പല ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ഇതിനകത്തേക്ക് എത്തിയത്. ഇപ്പം എനിക്കൊരു അഡ്വൈസ് തരാൻ, എല്ലാ വുമൻസിനും ഒരു അഡ്വൈസ് തരാനുള്ളത്, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാം. ഫ്രം ദ day 1 itself you need to start.
സപ്പോർട്ട് എനിക്കിപ്പോ ആണെങ്കിലും എന്റെ ഹസ്ബൻഡ് നിതിന്റെ ഭാഗത്തു നിന്ന് വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു, എന്റെ ഫാമിലിയുടെ ഭാഗത്തു നിന്നും വലിയ സപ്പോർട്ട് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിനകത്തേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ എന്റെ മാത്രം ഒരു പ്രയത്നം ഞാൻ ഒരിക്കലും പറയില്ല. ഈ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെയും വെച്ചിട്ട് ഇത്രയും ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. സോ ബിക്കോസ് ഓഫ് മൈ ഫാമിലി ഐ ഹാവ് റീച്ച്ഡ് ടു ദിസ് എക്സ്റ്റൻഷൻ. ഇനിയൊരു കാര്യം പറയട്ടെ, അതായത് വലിയ ആഗ്രഹമുണ്ട് ബിസിനസ് തുടങ്ങാൻ, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറാണ്. പക്ഷേ എല്ലാവരും ഒന്ന് പിന്തിരിയുന്നത് ഏത് ഘട്ടത്തിലാണെന്നോ, അതിനുവേണ്ട ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്തേണ്ട ഘട്ടത്തിൽ. ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് തന്നെ വേണ്ടി വന്ന് കാണില്ലേ ഒരു പക്ഷേ അവിടെ ബിസിനസ് തുടങ്ങാൻ വേണ്ടി? എന്തായാലും വേണ്ട വന്നു. അപ്പം ഞാൻ അറിയാലോ, ഞാനൊരു നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വന്നു, ഇതിന് മാത്രമുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒന്നും എന്റെ അടുത്ത് എടുക്കാൻ ഇല്ല എന്നുള്ള കാര്യം ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, ഇൻവെസ്റ്റ്മെന്റ് ഐഡിയാസ് വെച്ച് അത് നല്ല രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാൻ ആണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പം അങ്ങനെ തന്നെയാണ് എന്റെ ഓരോ പ്രൊജക്ടുകളും ചെയ്തത്. അപ്പോൾ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ ചെറിയ രീതിയിൽ അവരെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ ആണെങ്കിൽ പോലും UK പോലൊരു സ്ഥലത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണോ? നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ, അത് വർക്ക്ഔട്ട് ആവുന്ന ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നമുക്കറിയാം UK, കാനഡ എന്നൊക്കെ പറയുന്നത് ഒട്ടുമിക്ക എല്ലാ ആളുകളുടെയും ഒരു പറുദീസയാണ്. സമ്പാദിക്കാൻ കഴിയും അവിടെ ചെന്നാൽ എന്നുള്ളത് തന്നെയാണ് അവരെ എല്ലാവരും ആകർഷിക്കുന്ന ഒരു ഘടകം. പക്ഷേ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, അത്തരത്തിൽ പലവിധ വാർത്തകൾ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇനി അവിടേക്ക് എത്തുന്ന ആളുകൾക്ക് മേൽ ഇനി ചുമത്താൻ പോകുന്ന നിയന്ത്രണങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് പഠിച്ചു കഴിഞ്ഞാലും അവിടെ ജോലി കിട്ടാത്ത സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഒരുപാട് ഇമിഗ്രൻസ് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെ പലവിധ വാർത്തകളുമാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അവിടെ നിൽക്കുന്ന ഒരാൾ, അവിടെ ഒരു സംരംഭം ആരംഭിച്ച ഒരാൾ എന്നുള്ള നിലയിൽ അലീനയ്ക്ക് എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഇനിയും വരുന്ന ഒരുപാട് കുട്ടികൾക്ക്, ആളുകൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണോ അവിടെ ഉള്ളത് ഇപ്പോഴും? ഞാൻ കംപ്ലീറ്റ്ലി അങ്ങനെ പറയില്ല. പക്ഷേ ഒരു ടാലന്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ, അത്യാവശ്യം സ്കിൽസ് ആളാണെങ്കിൽ ഇവിടെ ജോബ് കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നല്ല പേ റേറ്റിൽ, നല്ല സാലറിയോടെ നല്ല ജീവിതം ജീവിക്കാൻ ഇവിടെ ഇപ്പോഴും സാധിക്കും. പക്ഷെ ഈ പറഞ്ഞതുപോലെ നാട്ടിലൊന്നും ചെയ്യാനില്ലാത്ത ആൾക്കാർ ഇവിടെ കയറി വന്നിട്ട് ഇവിടെ ഏതൊക്കെയോ രീതിയിൽ ഒരു കോഴ്സ് എടുത്തു, എങ്ങനെയൊക്കെയോ പാസ്സായി, പകുതി ആൾക്കാരും പാസ്സായിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ കഷ്ടപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ കാണാം, പല സോഷ്യൽ മീഡിയസിലും പല വീഡിയോസും കാണാം, ഗൈസ് ഇവിടെ ജോലിയില്ല, റൂമില്ല, വീടില്ല എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും വീഡിയോ ഇടുന്നത് കാണാം. പക്ഷെ ഇതിന്റെയൊക്കെ അൾട്ടിമേറ്റ് കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ സ്കില്ലൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇതുപോലെ എങ്ങനെയൊക്കെയോ നാട്ടിൽ നിന്ന് ലോൺ എടുത്ത് ഇവിടെ കയറി വന്നതിന് ശേഷം കോഴ്സും കംപ്ലീറ്റ് ചെയ്യാണ്ട് പ്രോപ്പറായിട്ട് ജോബിനും പോകാത്ത അങ്ങനെയുള്ള ആൾക്കാരാണ് കഷ്ടപ്പെടുന്നത്. പക്ഷെ പ്രോപ്പറായിട്ട് നല്ല എഡ്യൂക്കേഷൻ ഒക്കെ ആൾക്കാർ ഇവിടെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ കൺട്രി അതിന് നല്ലൊരു കൺട്രിയാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ടാണോ, ഒരു ഗ്രാജുവേഷന് വേണ്ടിയിട്ട് അവിടെ എത്തുന്നതാണോ, അതിനുശേഷം അവിടെ ഒരു ജോലി നോക്കുന്നതാണോ, അല്ലെങ്കിൽ ഇവിടെ സ്റ്റഡീസ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് അവിടെ ജോലിക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ടോ അവിടെ? രണ്ട് രീതിയിൽ ആൾക്കാർ വരാറുണ്ട്. നാട്ടിൽ നല്ല എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് IT സെക്ടറിലൊക്കെ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് വിത്ത് ജോബോടെ ഇവിടെ വരുന്ന ആൾക്കാരുണ്ട്. ഇവിടെ വന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ജോലി മേടിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ രണ്ട് രീതിയിലും വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്നാണ് ഞാൻ പറയുള്ളൂ, എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. അപ്പം ഒരുപാട് നഴ്സസ്മാരും വന്നിട്ടുണ്ട്, എല്ലാ നഴ്സുമാരും നല്ല രീതിയിൽ ജീവിക്കുന്നു. അപ്പൊ നാട്ടിൽ ഇതുപോലെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്, ഹെൽത്ത് സെക്ടറിൽ ഭൂരിഭാഗം ആൾക്കാർ. അപ്പൊ നല്ല രീതിയിൽ എല്ലാവരും തന്നെ ഇവിടെ ജീവിക്കുന്നുണ്ട്. അപ്പം ഒരു സജഷൻ ഉണ്ടോ, ഒരു ബെസ്റ്റ് വേ ഇതാണ്, ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ കോഴ്സ് സെലക്ട് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്ലാനിങ്ങുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും? അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്കും അറിയാൻ ആഗ്രഹം, അതായത് UK വന്നാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് എന്ത് പഠിക്കണം, ഏത് സ്കില്ലിലാണ് നമ്മൾ അഡ്വാൻസ്ഡ് ആവേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും കൂടുതൽ അറിയാൻ താല്പര്യം. അതുകൊണ്ട് ചോദിക്കുകയാണ്. അത് ഡിപ്പെൻഡ് അപ്പോൾ ആൾക്കാരുടെ സ്കിൽ അനുസരിച്ചിരിക്കും. ഇപ്പം ഞാനാണെങ്കിലും പല ആൾക്കാർക്ക് ഇപ്പൊ അഡ്വൈസ് കൊടുക്കുന്നത്, അവർക്കൊരു ബിസിനസ് ആയിട്ട് തന്നെ UK വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതുപോലെ ഹോസ്പിറ്റാലിറ്റി ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് വരണമെങ്കിൽ അവർക്കുള്ള കംപ്ലീറ്റ് അസിസ്റ്റൻസ്, ഇപ്പൊ ഞാൻ തുടങ്ങിയ പോലെ ഒരു പബ്ബ് വേറെ ആൾക്ക് തുടങ്ങി കൊടുക്കണമെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ ലണ്ടനിലും പല ലൊക്കേഷനിലും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് തന്നെ അസിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ആൾക്കാർക്ക്, ഇപ്പം ഒരു എഡ്യൂക്കേഷനോ ജോബോ ഒന്നും ആയിട്ടും വരാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ പോലും ഞങ്ങൾക്ക് കംപ്ലീറ്റ് അസിസ്റ്റൻസ് കൊടുത്ത് അവരിവിടെ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു നിലയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു ഐഡിയ ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് തുടങ്ങാനുള്ള എല്ലാ സഹായവും അലീന ചെയ്തു കൊടുക്കും അല്ലേ? ചെയ്തു കൊടുക്കും. ഇപ്പൊ നമുക്ക് ജിയയുടെ തന്നെ ഒരു ഗാസ്ട്രോപബ് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യും. നമുക്ക് അതിനൊരു പാരന്റ് കമ്പനി ഉണ്ട്, NS ഗ്ലോബൽ വെഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാരന്റ് കമ്പനി ഉണ്ട്. ആ കമ്പനി ത്രൂ ഈ കംപ്ലീറ്റ് സർവീസ് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ ഈ ഇത്രയും ഒരു 1.5 വർഷമായിട്ട് അലീന പഠിച്ച പാഠങ്ങൾ, അതിനു വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ടീം, അതൊക്കെ ആയിരിക്കും അതിന് ഹെൽപ്ഫുൾ ആവുക.
അതെ ഇതൊക്കെയാണല്ലോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ പഠിച്ച നമ്മുടെ ഐഡിയാസ്, നമ്മുടെ ടീം, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. അപ്പം അത് വേറൊരാളിലേക്ക് ആപ്ലിക്കബിൾ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസിയും വളരെ എഫിഷ്യന്റ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു പബ്ബ് റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് എത്തുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ആ ഒരു ജേർണിയിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതെന്തായിരിക്കും? വെല്ലുവിളി എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു ഇറ്റാലിയൻ കുസിനാണ് ചെയ്തത്. അപ്പം പല ആൾക്കാരും ഏത് രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്ന പറയാൻ പറ്റില്ല. അപ്പം ഞാൻ നേരിട്ട കുറച്ച് പ്രശ്നങ്ങളാട്ടോ. ഒരു ഏഷ്യൻ ഒരു ഇറ്റാലിയൻ തുടങ്ങി. അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ. അതുകൂടാണ്ട് തന്നെ ഞങ്ങളിപ്പം റീസെന്റ് എടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 18th സെഞ്ചുറിയിലെ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ ഏരിയയിൽ തന്നെ വളരെ സിഗ്നേച്ചർ ആയിട്ടുള്ള അത്രയും കാലപ്പഴക്കമുള്ള ഒരു പ്രോപ്പർട്ടി റിനോവേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. ഡേ 1 തുടങ്ങി അതിനകത്ത് പ്രശ്നങ്ങളാണ്. അപ്പൊ ഓരോ പ്രശ്നങ്ങളും ഓരോ ദിവസത്തെ ചലഞ്ചസ് ആണ്. അതെല്ലാം സോർട്ട് ചെയ്ത് വരുമ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 മാസത്തോളം നമുക്കൊരു ഹെഡേക്ക് ആണ്. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് മേക്ക് മീ ഹാപ്പി. എങ്ങനെയാണ് ഇപ്പൊ അതിന്റെ ഈ പബ്ബിന്റെ ഒക്കെ ഫങ്ഷനിങ് ഒക്കെ നടന്നു പോകുന്നത്? എങ്ങനെയാണ്? ഫുൾ ടൈം അലീന തന്നെ ഫുൾ മാനേജ് ഒക്കെ ചെയ്തിട്ട് നോക്കുകയാണോ? കുറെ സ്റ്റാഫ്സ് ഒക്കെ ഉണ്ടോ? എങ്ങനെയാണ്? നമുക്ക് ഫ്രണ്ട് ഹൗസിലും കിച്ചണിലും ഒക്കെ ആയിട്ട് നമുക്ക് ഓരോ സെക്ഷനിലും നമുക്ക് സ്റ്റാഫുകളുണ്ട്. ബാർ ഏരിയയിൽ നമുക്ക് ട്രെയിൻഡ് സ്റ്റാഫുകളുണ്ട്. ഫ്രണ്ട് ഹൗസ് ട്രെയിൻഡ് സ്റ്റാഫുകളുണ്ട്. അപ്പൊ ഞാനെന്ന് പറയുന്നത് പോകും, ഐ മേക്ക് ഷുവർ ഇറ്റ്. ഞാൻ എന്റെ പബ്ബിൽ കൊടുക്കുന്ന സർവീസുകൾ പ്രോപ്പർ ആണ് കൊടുക്കുന്ന എല്ലാം. ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് ഒരു വെൽക്കമിങ് ബിസിനസ് ആണല്ലോ ശരിക്കും. വളരെ സെൻസിറ്റീവ് ആണ്. നമ്മൾ അതിന് പ്രോപ്പറായിട്ട് വെൽക്കമിങ് ചെയ്തില്ല നമുക്ക് അതിനകത്ത് നെഗറ്റീവ് വരുമ്പോൾ ആ വക കാര്യങ്ങളൊക്കെ മേക്ക് ഷുവർ ചെയ്യാനാണ് എന്റെ എവറിഡേ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു വലിയൊരു എക്സ്പാൻഷനിലേക്ക് പോകാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ ഇത് ലോഞ്ച് ചെയ്തത്. അപ്പം ഒന്നിൽ സ്റ്റക്ക് ആവാണ്ട് ഈ ഇയറിൽ തന്നെ ഒരു 7 ബ്രാഞ്ചസിലേക്ക് പോകാന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. അപ്പം ഞാൻ തന്നെ സ്റ്റാഫ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതൊരു ഫർദറിലേക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതെ. ഞാനിപ്പോൾ തൽക്കാലം മേൽനോട്ടം വഹിച്ചു പോകുന്നു, ബാക്കി സ്റ്റാഫിനെ വെച്ച് മാനേജ് ചെയ്തു പോകുന്നു. അപ്പൊ ഇങ്ങനൊരു സംരംഭം തുടങ്ങുമ്പോൾ അവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ഇവിടെ ഇപ്പം നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫുൾ ഇൻവെസ്റ്റ്മെന്റ് വേണം എന്നില്ല, ലോണിന്റെ സഹായം ഒക്കെ എടുക്കാൻ സാധിക്കും. അവിടെ അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് കിട്ടുമോ? പ്രോപ്പർ ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കിവിടെ കുറച്ച് കാലമായിട്ട് നിന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഗവൺമെന്റ് സൈഡിൽ നിന്ന് സപ്പോർട്ടുകളുണ്ട്. നമുക്കിപ്പം ബിസിനസിന്റെ ഈച്ച് പ്രോസസ്സിലാണെങ്കിലും വളരെ സപ്പോർട്ടുകൾ നമുക്ക് ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ട്. അത് ശരി. അപ്പം നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് വലിയൊരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അലീന ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോവുക, ഒരു പബ്ബ് തുടങ്ങാൻ പോവുകയാണ് എന്നുള്ളൊരു ആഗ്രഹവുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നപ്പം ഫ്രണ്ട്സും അവിടെയുള്ള കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ തുടങ്ങി കഴിഞ്ഞാണ് ഇത് ഷെയർ ചെയ്തത്. ഞാൻ ഓ, ഇതിനു അത് മുമ്പ് ശരി. ഇല്ല. അതാണ് എന്റെ ഒരു ബെസ്റ്റ്. ആൾക്കാരൊന്നും സജഷൻ എടുക്കാണ്ട് ഞാൻ ആ, തുടങ്ങിയതിന് ശേഷം എല്ലാവരോടും പറഞ്ഞത്. എന്തുകൊണ്ട് അത് ഇത്രയും സീക്രട്ട് ആയിട്ട് വെക്കാനുള്ള ഒരു കാര്യം? അതൊരു ഭയങ്കര കൗതുകമായിട്ട് തോന്നിയിട്ട് ഞാൻ തുടങ്ങിയിട്ടാണ് എല്ലാവരോടും പറഞ്ഞതെന്ന് പറഞ്ഞത്. ഞാൻ ഓർത്തതൊന്ന് ലൈവിൽ വരട്ടെ, ലൈവിൽ വന്നതിന് ശേഷം ലെറ്റ്സ് എവറിബഡി ലെറ്റ് നോ. സോ അതായിരുന്നു എന്റെ ഒരു കോൺസെപ്റ്റ്. ഇപ്പൊ എല്ലാവരോടും പറഞ്ഞാൽ പോലും നമുക്ക് അവിടെ നിന്നൊന്നും വരാനില്ല. സോ നമ്മുടെ ഐഡിയാസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് അതിനൊരു പെർഫെക്ഷൻ വരും. പല ആൾക്കാരിൽ നിന്നും പല ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുമ്പോൾ എനിക്കതൊരു മെസ്സായിട്ട് തോന്നി. സോ ഐ തോട്ട് ലെറ്റ്സ് ലോഞ്ച് ഇറ്റ് ആഫ്റ്റർവേഴ്സ് ഐ ഷെയർ ദിസ് ടു എവറി വൺ. അപ്പൊ അങ്ങനെയാണ് ഞാൻ സീക്രട്ട് ആക്കി വെച്ച് ഈവൻ മൈ ഫാമിലി ഓൾസോ അറിഞ്ഞത്. ഞാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങളുടെ ഫാമിലി വരെ അറിഞ്ഞത്. അപ്പൊ ഈ ജോലി ഉപേക്ഷിച്ച് ഒരു ബിസിനസ്സിലോട്ട് കടന്നു എന്ന് അറിഞ്ഞപ്പം വീട്ടിലെന്ത് പറഞ്ഞു? വീട്ടിൽ മക്കൾ എന്തായാലും കുഴപ്പമില്ല, ചെയ്ത് രക്ഷപ്പെട്ടാം. അവരുടെയൊക്കെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയും രക്ഷപ്പെട്ട് കണ്ടാൽ മതി എന്നാണല്ലോ. അപ്പൊ അവിടുത്തെ ഫ്രണ്ട്സ് ഒക്കെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ് പറഞ്ഞത്? കുറെ ആളുകൾ വരുന്നുണ്ടോ ഇപ്പോൾ ഞങ്ങൾക്കും തുടങ്ങണമായിരുന്നു, ഒരു ഐഡിയ പറഞ്ഞു തരുമോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്? ഒരുപാട് വരാറുണ്ട്. ഇപ്പൊ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും നമ്മളിപ്പോ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഷോട്ടുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസ് പല പല രാജ്യങ്ങളിൽ നിന്നും വരാറുണ്ട്. യു എ നിന്നാണെങ്കിലും ഇന്ത്യയിൽ നിന്നാണെങ്കിലും കുവൈറ്റിൽ നിന്നൊക്കെ ആണെങ്കിലും നമുക്ക് ഒരുപാട് റെസ്പോൺസ് വരാറുണ്ട്. നാട്ടിലെവിടെയാണ് അലീന? നാട്ടിൽ എറണാകുളം. എറണാകുളത്താണ്. അപ്പൊ പഠിച്ചതും എല്ലാം എറണാകുളത്ത് തന്നെയാണ് അല്ലെ? നഴ്സിംഗും എല്ലാം? അല്ല, പഠിച്ചതൊക്കെ ഞാൻ മൈസൂരൊക്കെയാണ് ഞാൻ പഠിച്ചത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ജോബ് ചെയ്യുന്നത് യു കെയിൽ വന്നിട്ടാണല്ലേ? ജോബ് ഞാൻ നാട്ടിലും കുറച്ചു കാലം നഴ്സിംഗ് പ്രാക്ടീസ് ചെയ്തായിരുന്നു. ഞാൻ മുംബൈയിലൊക്കെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തു. പിന്നെ നേരെ യു കെയിലേക്ക് വന്നു അവിടുന്ന്. ഓക്കെ. യു കെയിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ടഫായിരുന്നു. ആ ഒരു കൾച്ചറുമായിട്ട് അവിടുത്തെ ഒരു പുതിയ കൺട്രിയുമായിട്ടൊക്കെ യോജിച്ച് പോവാനും അവിടുത്തെ വർക്ക് ഷെഡ്യൂളും അങ്ങനെയൊക്കെ?
ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഒരു അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിന്ന് ഫാമിലി ഒക്കെ ആയി നിന്നൊരു കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമുക്കൊരു ഭയങ്കര ഒരു ഐസൊലേഷൻ ആയിരുന്നു കുറെ കാലം. ഇതുപോലെ വെതർ ആണെങ്കിൽ പോലും ഇതുപോലെ ഞാൻ വന്നത് ഒരു വിന്റർ സീസണിലാണ് വന്നത്. മൊത്തത്തിൽ ഒരു ഇരുട്ട് കയറിയ വെതർ, ആ ഒരു വെതറിൽ നമുക്കൊരു ഡിപ്രഷൻ ഇല്ലാണ്ട് അഡാപ്റ്റ് ചെയ്ത് പോകാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. സോ ഫസ്റ്റ് ഫ്യൂ മന്ത്സ് വാസ് ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് മൊമെന്റ് ആയിരുന്നു ഫസ്റ്റ് ഫ്യൂ മന്ത്സ്. ഓ അത് ശരി. അപ്പോൾ ഇനി യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, കുട്ടികളുണ്ടാവും, ഒരുപാട് പേര് ഇപ്പം ഹയർ സ്റ്റഡീസിനെല്ലാം ഓപ്റ്റ് ചെയ്യുന്നത് യു കെ തന്നെയാണ്. അവിടെ യു കെയിൽ ഇപ്പോൾ അവിടെ എത്തി ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആളെന്നുള്ള നിലയിൽ അലീനയ്ക്ക് ഫസ്റ്റ് കൊടുക്കാനുള്ള ഒരു ഉപദേശം അതെന്തായിരിക്കും? നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ, എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞു എനിക്കൊരു നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഉറപ്പും ഹാർഡ് വർക്കും മടിയൊന്നും ഇല്ലാത്ത ആൾക്കാരെങ്കിൽ ധൈര്യമായിട്ട് കയറി പോന്നോളൂ. നിങ്ങൾക്ക് എന്തായാലും ഈ കൺട്രിയിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ജീവിതം ജീവിക്കാൻ പറ്റൂ എന്നുള്ള കാര്യത്തിൽ ഞാൻ 100-ൽ 110% ഞാൻ ഉറപ്പ് തരും. കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം അല്ലേ എല്ലാത്തിനും? കൃത്യമായി നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഉള്ള ഒരു ഇതുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ കൺട്രിയിൽ നല്ല ജീവിതം ജീവിക്കാൻ പറ്റും. ഇപ്പം പൊതുവേ കുട്ടികളെല്ലാം അവിടേക്ക് എത്തുന്നത് ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ടായിരിക്കും. പക്ഷേ ഈ എഡ്യൂക്കേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പലർക്കും ഈ ജോലി കിട്ടാതെ അല്ലെങ്കിൽ അതിന് വൈകുന്നൊരു കാലതാമസം പലരും പറയാറുണ്ട്. മടങ്ങി പോരേണ്ട സാഹചര്യം പലർക്കും ഉണ്ടാവാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? മടങ്ങി പോകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ ഒരു പ്രോപ്പറായിട്ട് ജോബ് ഫൈൻഡ് ചെയ്യാത്തവർ, ഇപ്പം ഇവിടെയാണെങ്കിൽ ജോബ് ഫൈൻഡ് ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഇൻഡീഡ് പോലെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ ഒരുപാട് ജോബ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് മീറ്റ് ചെയ്യാനുള്ള ഒരു റിക്വയർമെന്റ് ഈ കാൻഡിഡേറ്റ്സുകൾക്ക് ഉണ്ടായിരിക്കണം. അതായത് ഈ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ എന്തായാലും അവർക്ക് ഒരു ജോലി മേടിക്കാൻ സാധിക്കും ഇപ്പോഴും. ഓക്കെ ഓക്കെ. അപ്പം നിതിൻ എന്താണ് ചെയ്യുന്നത്? കംപ്ലീറ്റ്ലി ബിസിനസ്സിലേക്ക് വന്നിരിക്കുകയാണോ? നിതിൻ്റെയും കുഞ്ചിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ പറയൂ. നിതിൻ എന്ന് പറയുന്നത് നാട്ടിൽ പുള്ളിക്കാരൻ ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനി, ഫോട്ടോഗ്രാഫി അതൊക്കെ ആയിട്ടായിരുന്നു നിതിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഡെഫിനറ്റ്ലി നമ്മള് വൈഫ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന ഒരു ഫാഷൻ ആണല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ നിതിനെ കൊണ്ടുവന്നു. സോ ഫ്രം ദ ഡേ ഇറ്റ് സെൽഫ് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഒരു വി ഹാഡ് എ പ്ലാൻ, ലെറ്റ് സ്റ്റാർട്ട് എ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്. സോ വന്ന കാലം തൊട്ടാണെങ്കിലും നിതിനും ഇതിനു വേണ്ടി വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ ഈ പ്ലാനിലേക്ക് എത്തി. അപ്പൊ നമ്മൾ പ്ലാനിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ കൺസീവ് ആയത്. അതൊരു ബാരിയറായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. ആ ഒരു ഫ്ലോയിൽ തന്നെ ഞങ്ങൾ അതും കൂടെ കൊണ്ടുപോയി. ഇപ്പൊ കൊച്ചിന് ഏകദേശം 6 മാസം പ്രായമുണ്ട്. മോളുടെ പേര് ഓക്കെ. ഈ ചെറിയ സമയം കൊണ്ടാണ് ഒരു 3 ഔട്ട്ലെറ്റ് എന്ന് പറയുന്ന ആ ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്തിയത്. അപ്പം ഇനി ഒരുപാട് സ്വപ്നങ്ങൾ കാണും. ഈ പബ്ബ്, റെസ്റ്റോറൻറ്റ് ഈ മേഖലയിൽ തന്നെ മാത്രമാണോ അതോ ഒരുപാട് വലിയ മറ്റു മേഖലകളിലേക്കൊക്കെ ബിസിനസ് വ്യാപിപ്പിക്കാൻ പ്ലാൻ ഉണ്ടോ രണ്ടുപേർക്കും? നമുക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ് ആണെങ്കിൽ ഞങ്ങൾ എന്തായാലും ചെയ്യും. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ എന്തായാലും ചെയ്യും. ഇനി വേറെ ബിസിനസ്സുകളാണ്, ഹോസ്പിറ്റാലിറ്റി അല്ലാണ്ട് നമുക്ക് നന്നായി തോന്നുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു ബിസിനസ്സും വന്നാലും ഞങ്ങൾ എന്തായാലും ചെയ്യും. ബിസിനസ്സിൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പം അങ്ങനെ ഒരു റൈറ്റ് ടൈം വന്നാൽ എന്തായാലും ചെയ്യും. ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഇപ്പോൾ മനസ്സിലുണ്ട് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? സിയയുടെ ഫർദർ എക്സ്പാൻഷൻ ഈ ഇയറിൽ തന്നെ ഒരു 7 ഗാസ്ട്രോപബിലേക്ക് പോകണം എന്നുള്ള ഒരു ടാർജറ്റോടെയാണ് ഞാൻ ഈ വർഷം ഞാനും നിതിനും അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പം ഒറ്റയടിക്ക് ചോദിച്ചാൽ അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ. ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് നടപ്പാകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ കൂടെ ഈ പരിപാടിയിൽ ന്യൂസ് 3 ജോയിൻ ചെയ്തതിന്. കണ്ടതിൽ ഒരുപാട് സന്തോഷം. Thank you so much for News 18 for giving this wonderful opportunity also. ഓക്കെ. താങ്ക് യു സോ മച്ച് അലീന. അപ്പോൾ യു കെയിൽ സ്വന്തമായ ഒരു സംരംഭമൊക്കെ തുടങ്ങി അവിടെ ജോലിക്ക് എത്തിയതാണ്, ഒരു നഴ്സിംഗ് ജോലിയുമായിട്ട്. അതൊക്കെ രാജിവെച്ച് സ്വന്തം റിസ്കിൽ സ്വന്തം സംരംഭമൊക്കെ തുടങ്ങി വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന അലീന നിധിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. എന്തായാലും ന്യൂസ് 3 സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.